നമ്മളെ സിദ്ദിഖിനോടൊപ്പം ആയിരുന്നു ചായ കുടി. ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അവിടെ LDF സ്ഥാനാർത്ഥിയുണ്ട്, അനിൽ രാജ നമുക്കൊപ്പം ചേരും. ഇത് വയനാട് കൽപ്പറ്റയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഗുഡ് മോർണിംഗ് ചേട്ടാ, നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? ജോസ്. എൻ്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്, ചേട്ടൻ്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്. എന്റെ മൈക്ക് നിർത്തിച്ചിട്ടാണ് നിങ്ങള് സംസാരിക്കാൻ. ചേട്ടൻ രാവിലെ ഇവിടെ മൈക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ഥലത്ത് പോയി നിന്ന് നീ പ്രസംഗിക്കുക എന്ന് എന്നോട് ദൈവം പറഞ്ഞു. അങ്ങനെ പറയുമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ചോദിക്കത്തില്ല, അങ്ങനെ ഞാൻ ചോദിക്കത്തില്ല. അതുകൊണ്ടാണ് ആണല്ലേ. പിന്നെ നിങ്ങൾ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ നിന്ന് സംസാരിക്കും. എന്താ പേരെന്താ? എന്റെ പേര് ജോസ്. എവിടെയാ ജീവിക്കുന്നത്? ഞാൻ കൽപ്പറ്റ ടൗണിലാണ്. ആണ്. ആനെ പേടിയൊന്നും ഇല്ലല്ലോ? ആരും പേടിയില്ല, കൊന്നാലും പേടിയില്ല. ആ ധൈര്യമാണ് കൽപ്പറ്റക്കാർക്കുള്ളത്. ഇപ്പൊ അവര് വന്നു വന്ന ഭീതിയൊക്കെ മറികടന്നു അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണം? ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ ഞങ്ങളുടെ കടക്കാരോട്. അത്രേ ഉള്ളൂ. അന്നത്തെ ആഹാരം അന്ന് തരും. അന്നത്തെ ആഹാരം കിട്ടും, ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ കണ്ട യേശു പഠിപ്പിച്ച അതുകൊണ്ട് തീർന്നില്ല. പാർലമെന്റസ്ഥനായ പിതാവായിട്ട് ആരെയാ കാണുന്നത്? അനിൽ രാജയാണോ കാണുന്നത്, അതല്ല രാഹുൽ ഗാന്ധിയാണോ കാണുന്നത്, BJP ആണോ കാണുന്നത്? ഞാനേ ഇവിടെ നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, ആരാണെങ്കിലും സ്നേഹം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഞാൻ ദിവസം 4 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അയാളെ എനിക്ക് ഇഷ്ടമാണ്. അയാൾക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് അതിയായ ബോധ്യമുണ്ട്. പക്ഷേ അയാൾക്കത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കും. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തിലേക്ക് വരുന്നില്ല. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്നറിയില്ല, അത് യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ ടോക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സമർത്ഥനായ ഒരു പ്രസംഗകനാണ്, ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ആളാണ്, ചിന്തിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അഭിനന്ദനം. താങ്ക് യു. അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് വേണ്ടി ഒരു നല്ല പ്രാർത്ഥനയും നമ്മൾ കേട്ടു. ഇനി നമ്മൾ പോകുന്നത് നേരെ ഇതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ സിനിമാ നടൻ അബു സലീം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു ജിമ്മും അദ്ദേഹത്തിന് റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോകണം. നമസ്കാരം ചേട്ടാ, എങ്ങോട്ടാ പോണേ? ബൈക്കില്? എവിടെയാ പണി? എവിടെയാ? കൽപ്പറ്റ ആണോ? ഓക്കെ. ഈ കൽപ്പറ്റയിൽ നിന്ന് ഇപ്പോൾ ഈ മാനന്തവാടി വഴി പോകുന്നിടത്താണ്, മാനന്തവാടിയല്ല, മുത്തങ്ങ വഴി പോകുന്നിടത്താണ് ഈ കാട്ടാനയൊക്കെ ഉള്ളത്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഈ തണ്ണീർക്കൊമ്പനെയൊക്കെ തിരഞ്ഞു നിന്നത് ഇവിടെയാണ്. ഈ ബേലൂർ മക്കിനെയും ഒക്കെ തിരഞ്ഞു നിന്ന സ്ഥലമാണ്. നമുക്കിപ്പം സാനിയോ